ഗോകുൽ കെ വേണുഗോപാൽ തുടരുന്നുണ്ട്. ഗോകുൽ പറയൂ. ദിലീപ് കുമാർ കോളേജ് സന്ദർശനത്തിന് ശേഷം നിതിൻ രാജിന്റെ മരണശേഷം ആദ്യമായിട്ടാണ് നിതിൻ രാജിന്റെ കുടുംബം ഇങ്ങോട്ടേക്ക് വരികയും കോളേജ് സന്ദർശിക്കുകയും ചെയ്യുന്നത്. തൻ്റെ മകന്റെ വിദ്യാഭ്യാസം, അവന്റെ ഭാവിയൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന ഒരു പിതാവും കുടുംബവുമാണ് തൻ്റെ മകനില്ലാത്ത ആ കോളേജിലേക്ക് വന്നു പോകുന്നത് എന്നുള്ളതാണ്. പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകളെ കാണാൻ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല, തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അമർഷവും വിരോധവും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. മാധ്യമങ്ങളോട് പ്രത്യക്ഷത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടി അദ്ദേഹം എന്തുകൊണ്ടാണ് പ്രിൻസിപ്പാളെ കാണാത്തത് എന്നതിന് അദ്ദേഹം പറയുന്ന ഒരു വിശദീകരണമുണ്ട്, അദ്ദേഹം നൽകുന്ന ഒരു കാര്യമുണ്ട്. അത് മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവ് എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തെ എനിക്ക് കാണണ്ട, തൻ്റെ മകന്റെ വസ്ത്രങ്ങളും മറ്റും സാധനങ്ങളും ഒക്കെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുന്നിൽ കൊണ്ടിടുക, അയാളാണ് എൻ്റെ മകനെ കൊന്നത് എന്നാണ് ഈ നിതിൻ രാജിന്റെ പിതാവ് രാജൻ പറയുന്നത്. തൻ്റെ മകളുടെയും മറ്റൊരു മകളുടെയും മകളുടെ ഭർത്താവും ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെയായിരുന്നു നിതിൻ രാജിന്റെ പിതാവ് അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. പിന്നീട് നിതിൻ രാജിന്റെ കോളേജിന്റെ പരിസരം സന്ദർശിച്ച ശേഷം നിതിൻ രാജ് വീണു മരിച്ച ആ കെട്ടിടത്തിന്റെ ഭാഗവും നിതിൻ രാജ് വീണ് കിടന്നിരുന്ന ആ സ്ഥലവും ഒക്കെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തെ താങ്ങിയെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പോയിരുന്നത്. നമ്മളത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കണ്ടതാണ്. നേരെ നടന്നു പോകാൻ പോലും സാധിക്കാത്തത്ര രീതിയിൽ മാനസികമായും ശാരീരികമായും തളർന്ന ഒരു നിലയിലാണ് നിതിൻ രാജിന്റെ പിതാവ് ഇപ്പോഴും ഉള്ളത്. മകൻ നഷ്ടപ്പെട്ടു എന്ന ഒരു സത്യത്തെ ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ സാധിക്കാത്ത നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം, ആ വികാര പ്രകടനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുതന്നെയാണ് ബോധ്യമാവുക. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി ഡോക്ടറായി കാണണമെന്ന പ്രതീക്ഷയോടുകൂടി പറഞ്ഞയച്ച മകൻ ഇനി ലോകത്ത് ഇല്ലാതാവാൻ പല കാരണങ്ങളുമുണ്ട് എന്ന് മാപ്പറിയാത്ത കുറ്റമല്ലേ അവർ ചെയ്തത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിതിൻ രാജിന്റെ പിതാവ് രാജൻ. അങ്ങനെയൊന്നും ചെയ്യൂല, അവരെ കൊന്നത് എല്ലാവരും കൂടെ തള്ളിയിട്ട് കൊന്നത്. കൊന്നതെല്ലാരും കൂടെ അവൻ ചാടിയല്ല കൊന്നത്. കാണുമ്പോ അറിയാം, തള്ളിയിട്ട് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നിന്നുള്ള ആദ്യം നിസ്സാര ഒരു 12,000 രൂപയുടെ ഒരു വിഷയം മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ട് അധ്യാപകർക്ക് പരിഹരിക്കാം. എന്ന് പറയുന്നത് ഒരു ദിവസമാണ് കോൾ വന്നത്. അവിടെ ടീച്ചറിന് വേണമെങ്കിൽ അത് പരിഹരിക്കാമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.